നമസ്കാരം. വില്ലിൻ്റെ വളവ് പോലിരിക്കും അമ്പിൻ്റെ പാച്ചിൽ എന്ന് പറയാറുണ്ട്. ജനങ്ങളെ ഭരിക്കാൻ കയറുന്നവരുടെ കയ്യിലിരിപ്പും വർത്തമാനവും ഏത് തരത്തിലായിരിക്കുമോ അതുപോലെ ഇരിക്കും പൊതുസമൂഹം അവരെ വിലയിരുത്തുക. ഇവിടെ മന്ത്രി വീണ ജോർജ് സ്വന്തം യൂട്യൂബ് ചാനലിൽ ഇട്ട ഒരു അഭിമുഖത്തിൽ പറയുന്നു, ഞാൻ CPM ആയതുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങളും മറ്റു ചിലരും എന്നെ ആക്രമിക്കുന്നതെന്ന്. വീണ ജോർജ് ഇന്ത്യ വിഷനിൽ ഇരിക്കുമ്പോൾ അന്ന് വിവാദത്തിൽപ്പെട്ട മന്ത്രി കെ ബാബുവിനെ അഭിമുഖം ചെയ്യുന്ന ഒരു എപ്പിസോഡുണ്ട്. അതിൽ വീണ ജോർജ് സ്പഷ്ടമായി പറയുന്നുണ്ട്, ഞാൻ CPM അല്ല എന്ന്. പിന്നെ ഏത് പാതിരാത്രിയിലാണ് വീണ ജോർജ് പോയി CPM ആയത്? കളത്തിൽ പറമ്പിൽ കുഞ്ഞമ്മ എന്നറിയപ്പെടുന്ന KR ഗൗരിയമ്മ മുതൽ നമ്മുടെ ശൈലജ ടീച്ചർ വരെ കേരളത്തിൽ മന്ത്രിമാരായിരുന്നു. അവരവരുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിന്നപ്പോഴും വീണയെപ്പോലെ സമൂഹത്തെ കൊഞ്ഞനം കുത്തുന്ന പരിപാടികളിൽ നിന്നും ഒഴിഞ്ഞു നിന്നു. ഇവിടെ മന്ത്രി വീണ ജോർജ് സമൂഹത്തെ വെല്ലുവിളിക്കുന്ന ചില പണികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ടയിൽ കാപ്പ കേസിൽ പ്രതിയായവനെയും കഞ്ചാവ് വിറ്റ് നടന്നവനെയുമൊക്കെ വീണ ഉളുപ്പില്ലാതെ മാലയിട്ട് മുദ്രാവാക്യം മുഴക്കി സ്വീകരിച്ച് പാർട്ടിയിൽ കയറ്റി. ആ കാഴ്ച കണ്ടവരുടെ എല്ലാം മനസ്സിൽ വീണ ജോർജിൻ്റെ ഗ്രാഫ് കുത്തനെ ഇടിഞ്ഞു. പാർട്ടി എന്നെ മന്ത്രിയാക്കി, അതിൻ്റെ കടപ്പാട് തീർത്താൽ തീരുന്നതല്ല എന്ന് വീണ പറയാതെ തന്നെ ആളുകൾക്ക് മനസ്സിലായിരുന്നു. വീണ മന്ത്രിയായതോടെ എതിരഭിപ്രായം പറയുന്നവരെയെല്ലാം ശത്രുപക്ഷത്തായി കാണുന്നു. ചിലർക്കെതിരെ വെറുതെ കേസ് കൊടുത്തു. പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ വീണ ജോർജ് പറഞ്ഞത് ഏഷ്യാനെറ്റ് എന്നെ തകർക്കാൻ നോക്കുന്നു എന്നായിരുന്നു. അവരെന്നെ പലതവണ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചെല്ലാത്തതിൻ്റെ കുശുമ കൊണ്ടായിരിക്കും ഏഷ്യാനെറ്റ് വീണ ജോർജിനെ ഇങ്ങനെ അപഹസിക്കുന്നത്. പണ്ടൊരു ദത്ത് വിവാദമുണ്ടായപ്പോൾ സാമൂഹിക നീതി മന്ത്രി കൂടിയായ വീണ പറഞ്ഞു, ഒരമ്മയുടെ ദുഃഖം എനിക്കറിയാം, പക്ഷേ പിന്നീട് നിലപാട് മാറ്റി. ഹർഷന എന്ന സ്ത്രീയുടെ വയറ്റിൽ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ സർക്കാരൊപ്പമുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു അവരെയും. പിന്നീട് വീണ സിസർ കട്ടടിച്ച് നിലപാട് മാറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന മാനഭംഗ കേസിൽ ഇരയോടും സാക്ഷിയായ നേഴ്സിനോടും വീണ നീതി കാട്ടിയായിരുന്നു. അന്നും പറഞ്ഞു ഇരയ്ക്കൊപ്പം. മലയാലപ്പുഴയിൽ നവീൻ ബാബു മരിച്ചപ്പോൾ ഭാര്യ മഞ്ജുഷയെ ചേർത്ത് പിടിച്ച് വീണ പറഞ്ഞു, സർക്കാർ ഒപ്പമുണ്ട്. എന്തൊരു കണ്ണീരണിഞ്ഞ സീനായിരുന്നു വീണ അവിടെ നടത്തിയത്. ഇപ്പോഴാ കുടുംബത്തെ വീണ തിരിഞ്ഞു നോക്കാറുണ്ടോ? ആശുപത്രിയിൽ വന്ദന എന്ന കൊച്ചു ഡോക്ടർ മരിച്ചപ്പോൾ വീണയുടെ ആദ്യത്തെ പ്രതികരണം നാട്ടുകാരെ ഞെട്ടിക്കുന്നതായിരുന്നു. ആ കുട്ടിക്ക് വേണ്ടത്ര എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എന്നാണ് അന്ന് വീണ പറഞ്ഞത്. കുത്തുകിട്ടി എക്സ്പീരിയൻസ് വേണോ ഡോക്ടർമാർക്ക്? അന്നാണ് ഗ്ലിസറിൻ ഇല്ലാതെ കരയാൻ മന്ത്രി മിടുക്കിയാണെന്ന് മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആക്ഷേപിച്ചത്. ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരത്തിലെ അവരുടെ പ്രതികരണങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. മന്ത്രിയുടെ വസതിയിൽ നിന്നും അവരെ ആട്ടിപ്പായിച്ചു അത്രേ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ ഏതോ ഒരുത്തൻ. അത് ഭർത്താവല്ലെന്നും ഭർത്താവ് കാർഷിക വൃത്തികളുമായി അങ്ങാടിക്കലാണെന്നും പിന്നീട് മന്ത്രി പറഞ്ഞു. ഇനി പറയൂ, മനുഷ്യപക്ഷത്തു നിന്ന് ഏത് വിഷയത്തിലാണ് വീണ ജോർജ് നീതിയോടെ പ്രവർത്തിച്ചിട്ടുള്ളത്? ഒരുപക്ഷെ വീണ ജോർജിന് അതിനുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ പോലും അവർ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി തികച്ചും മനുഷ്യവിരുദ്ധമായി പോയി. അഭിമുഖത്തിൽ വീണ ജോർജ് പറയുന്നത്, ഞാൻ കൈരളിയിലാണ് മാധ്യമപ്രവർത്തനം പഠിച്ചതെന്നും മാധ്യമപ്രവർത്തനത്തിൽ സത്യസന്ധത വേണമെന്നുമാണ്. കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ഒക്കെ ധാർമ്മികത കണ്ടു പഠിക്കണം. CPMൻ്റെ ഏറ്റവും മോശം വനിതാ മന്ത്രിയായി മാറി വീണ ജോർജ്. സാരി ഉടുത്ത പിണറായി എന്നാണ് അവരെപ്പറ്റി പലരും പറയുന്നത്. എന്തെങ്കിലും അഴിമതി കാട്ടിയതിൻ്റെ പേരിലല്ല, കൊടിനിറവും പാർട്ടിക്കൂറും നോക്കി അവരിപ്പോൾ എന്ത് പ്രശ്നത്തിലും ഇടപെടുകയുള്ളൂ. ഞാൻ ആശാ വർക്കർമാർക്കൊപ്പമാണ് എന്ന് അവർ പറഞ്ഞതോടെ അവരുടെ കാര്യവും കട്ടപ്പുകയായി. ഇനി പറയൂ, തൻ്റെ പൊന്ന് വിച്ചളയായതിന് വഴിപോക്കരെ പഴിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ വീണ ജോർജെ? നന്ദി.